ആദ്യം തന്നെ ഒരു പോസ്റ്റർ നിങ്ങൾ കാണണം. ആ പോസ്റ്റർ കണ്ട ശേഷം നമുക്ക് കാര്യത്തിലേക്ക് വരാം. പോസ്റ്റർ മറ്റൊന്നുമല്ല, വിസ്മയ മോഹൻലാൽ അഭിനയിച്ച കഴിഞ്ഞ ദിവസം റിലീസായ തുടക്കം എന്ന ചിത്രത്തിൻ്റെ പ്രൊമോഷൻ പോസ്റ്ററാണത്. ഈ പോസ്റ്ററിനൊരു പ്രത്യേകതയുണ്ട്. ഈ ചിത്രവുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന മറ്റെല്ലാ പോസ്റ്ററുകളിലും ഒരു ദുരൂഹത അവശേഷിപ്പിച്ചുകൊണ്ടുള്ള ശൈലിയായിരുന്നു ഉൾപ്പെട്ടിരുന്നത്. അതായത് പേടിച്ചരണ്ട് നിൽക്കുന്ന വിസ്മയ മോഹൻലാലിൻ്റെ കഥാപാത്രം, ചിത്രത്തിലെ വില്ലൻ കഥാപാത്രം കത്തിയുമായി നിൽക്കുന്ന ചിത്രങ്ങൾ, അങ്ങനെയുള്ള ഈ സിനിമയെക്കുറിച്ച് ഏകദേശം ഒരു ധാരണ പ്രേക്ഷകരിൽ എത്തിക്കുന്ന രീതിയിലുള്ള കുറച്ച് പോസ്റ്ററുകളായിരുന്നു തുടക്കത്തിൽ പ്രചരിച്ചത്. എന്നാൽ അതിനിടയിലാണ് ചിത്രം റിലീസ് ചെയ്യുന്നതിൻ്റെ അന്ന് രാവിലെ ഇത്തരത്തിലുള്ള ഒരു പോസ്റ്റർ പുറത്തിറങ്ങിയത്. ഈ പോസ്റ്ററിൻ്റെ പ്രാധാന്യം യഥാർത്ഥത്തിൽ സിനിമ റിലീസ് ചെയ്യുന്നതിന് മുൻപല്ല, അതിന് ശേഷമാണ് സംഭവിച്ചത്. ലൂസിഫർ സിനിമയിൽ മോഹൻലാൽ പോലീസ് ഉദ്യോഗസ്ഥനെ ഇതേപോലെ ചവിട്ടി നിർത്തുന്ന ഒരു രംഗമുണ്ട്. ചിത്രത്തിലെ മാസ് സീനായിരുന്നു അത്. അത്തരത്തിലുള്ള ഒരു രീതിയാണ് വിസ്മയ ഈ പോസ്റ്ററിൽ നൽകിയിരിക്കുന്നത്. പക്ഷേ ഇവിടെ നമുക്ക് കൃത്യമായി പറയാം, വിസ്മയ ഈ കാല് പൊക്കി ചവിട്ടി നിൽക്കുന്നത് സംഘികളുടെ നെഞ്ചത്താണ് എന്ന്. ചില സിനിമകൾ അങ്ങനെയാണ്. തിയേറ്ററുകളിൽ എത്തുന്നതിന് മുൻപ് തന്നെ അതൊരു വലിയ പോരാട്ടമായി മാറും. ക്യാമറയ്ക്കും ലൈറ്റുകൾക്കും മുന്നിൽ അഭിനയിച്ചു തീർക്കുന്ന വെറുമൊരു കഥ എന്നതിനപ്പുറം അത് സമൂഹത്തോടുള്ള ഒരു വലിയ രാഷ്ട്രീയ പ്രഖ്യാപനമായി മാറും. ഇന്ന് കേരളം മുഴുവൻ ചർച്ച ചെയ്യുന്നത് അത്തരമൊരു സിനിമയെക്കുറിച്ചാണ്. അതാണ് മോഹൻലാലിൻ്റെ മകൾ വിസ്മയ മോഹൻലാൽ നായികയായി അരങ്ങേറ്റം കുറിച്ച തുടക്കം. പേര് പോലെ തന്നെ മലയാള സിനിമയ്ക്കും കേരളത്തിൻ്റെ പൊതുബോധത്തിനും ഇതൊരു ഗംഭീര തുടക്കമാണ്. കാരണം ഈ വിജയം വെറുമൊരു സിനിമയുടെ മാത്രമല്ല, ഫാസിസത്തിനും സംഘപരിവാർ അജണ്ടകൾക്കും സൈബർ ബുള്ളിങ്ങിനുമെതിരെ കേരളത്തിലെ ജനങ്ങൾ നൽകിയ ചുട്ട മറുപടിയുടെ വിജയം കൂടിയാണ്. കഴിഞ്ഞ കുറച്ചു നാളുകളായി സോഷ്യൽ മീഡിയയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തായിരുന്നു? ഒരു പെൺകുട്ടിക്കെതിരെ, അവളുടെ ആദ്യ സിനിമയ്ക്കെതിരെ സംഘടിതമായ ഒരു സൈബർ ആക്രമണം. സംഘപരിവാറിൻ്റെയും BJPയുടെയും IT സെല്ലുകൾ രാപ്പകലില്ലാതെ ജോലി ചെയ്യുകയായിരുന്നു ഈ സിനിമയെ തകർക്കാൻ. എന്തിനായിരുന്നു ഈ ആക്രമണം? അവൾ ചെയ്ത തെറ്റെന്താണ്? ഇന്ത്യയിലെ ജനാധിപത്യ വിശ്വാസികൾക്കൊപ്പം ഡൽഹിയിലെ തെരുവുകളിൽ അവകാശങ്ങൾക്കായി പോരാടിയ വിദ്യാർത്ഥികൾക്കൊപ്പം അവൾ നിന്നു എന്നതാണോ? അതെ, അതുതന്നെയായിരുന്നു സംഘികളെ ചൊടിപ്പിച്ചത്. ഡൽഹിയിലെ വിദ്യാർത്ഥി സമരത്തിന് അവരോടൊപ്പം ചേർന്ന് നിന്ന നിലപാടിൽ ഞാനിപ്പോഴും ഉറച്ചു നിൽക്കുന്നു. വേണ്ടിവന്നാൽ ഇനിയും അതുപോലെ പ്രതികരിക്കും. മനുഷ്യത്വത്തെക്കാൾ വലുതല്ല രാഷ്ട്രീയം. അതിന് ഈ ഭരണം മാറി വേറെ ആളുകൾ വന്നാലും തൻ്റെ നിലപാട് അതുതന്നെയാണ്, അത് തുടരും. ഇതായിരുന്നു വിസ്മയ മോഹൻലാൽ പറഞ്ഞ വാക്കുകൾ. എത്ര കൃത്യമായ വ്യക്തതയുള്ള വാക്കുകൾ! ഒരു സൂപ്പർ സ്റ്റാറിൻ്റെ മകളായി ജനിച്ചിട്ടും സുരക്ഷിതമായ ഒരു ചുറ്റുപാടിൽ ജീവിച്ചിട്ടും തനിക്ക് ചുറ്റും നടക്കുന്ന അനീതികൾക്കെതിരെ കണ്ണടയ്ക്കാൻ ആ പെൺകുട്ടി തയ്യാറല്ല. പല സിനിമാ താരങ്ങളും സ്വന്തം സിനിമയുടെ റിലീസ് സമയത്ത് ഇത്തരം വിവാദങ്ങൾ ഉണ്ടായാൽ നിലപാടുകൾ മാറ്റി പറയാറുണ്ട്, അല്ലെങ്കിൽ മാപ്പ് പറയാറുണ്ട്. സിനിമയുടെ ബിസിനസ്സിനെ അത് ബാധിക്കരുത് എന്ന് കരുതി മൗനം പാലിക്കാറുണ്ട്. എന്തിനേറെ പറയുന്നു, വിസ്മയയുടെ പിതാവ് സാക്ഷാൽ മോഹൻലാൽ പോലും പലപ്പോഴും വലിയ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിയിട്ടുള്ളതായി നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ അവിടെയാണ് വിസ്മയ എന്ന ഇന്നത്തെ തലമുറയിലെ പെൺകുട്ടി വ്യത്യസ്തയാകുന്നത്. താൻ തൻ്റെ പണി നോക്കി പോടോ എന്ന് സംഘപരിവാർ സൈബർ ഗുണ്ടകളുടെ മുഖത്തു നോക്കി പറയാൻ അവൾ കാണിച്ച ആ ചങ്കൂറ്റമുണ്ടല്ലോ, അതാണ് ഇന്നത്തെ യുവതലമുറ. എന്ത് വന്നാലും ശരി, സ്വന്തം നിലപാടിൽ നിന്ന് ഒരിഞ്ച് പിറകോട്ട് പോകാൻ അവർ തയ്യാറല്ല. മനുഷ്യത്വമാണ് വലുത് എന്ന് വിശ്വസിക്കുന്ന, അതിൽ യാതൊരു കോംപ്രമൈസിനും തയ്യാറല്ലാത്ത ഒരു പുതിയ തലമുറ. ഈയൊരു നിലപാടിൻ്റെ പേരിലാണ് റിലീസിന് മുൻപ് തുടക്കമെന്ന സിനിമയെ ബഹിഷ്കരിക്കാൻ സംഘപരിവാർ ആഹ്വാനം ചെയ്തത്. ബോഡി ഷെയ്മിങ്ങും വ്യക്തിഹത്യയും അശ്ലീല കമൻറ്റുകളുമായി ഒരു വലിയ സൈബർ ആർമി അവൾക്കെതിരെ തിരിഞ്ഞു. സിനിമ തിയേറ്ററിൽ പരാജയപ്പെടും, ആദ്യത്തെ ഷോ കഴിയുമ്പോൾ തന്നെ ഡീഗ്രേഡ് ചെയ്ത് സിനിമയെ താഴെ ഇറക്കുമെന്നൊക്കെയായിരുന്നു അവരുടെ വീരവാദം. അതിനുവേണ്ടി പലരും കൃത്യമായി പണിയെടുക്കുകയും ചെയ്തിരുന്നു. സിനിമ റിലീസിന് മുൻപേ തുടങ്ങിയ പണി റിലീസിന് ശേഷവും അവർ തുടർന്നു. ഒരുപക്ഷെ ഇന്ത്യയിലെ മറ്റ് പല സംസ്ഥാനങ്ങളിലും ഈ ഭീഷണി വിലപ്പോയേക്കാം. പക്ഷേ ഇത് കേരളമാണ് എന്ന് സംഘപരിവാർ മറന്നുപോയി. ഇവിടെ ഭൂരിപക്ഷം മലയാളികളുടെയും പൊതുബോധം എന്ന് പറയുന്നത് സംഘപരിവാർ രാഷ്ട്രീയത്തിന് നേർവിപരീതമാണ്. ചരിത്രം എടുത്തു നോക്കിയാൽ നമുക്കൊരു കാര്യം മനസ്സിലാകും. സംഘപരിവാർ ഒരു സിനിമ കാണരുത് എന്ന് പറഞ്ഞിട്ടുണ്ടോ, ആ സിനിമ മലയാളികൾ ഇരു കൈ നീട്ടി സ്വീകരിക്കും. പത്മാവത് മുതൽ പത്താൻ വരെ അതിന് ഉദാഹരണങ്ങളാണ്. ബോളിവുഡിൽ ഷാരൂഖ് ഖാൻ്റെ സിനിമ ബഹിഷ്കരിക്കാൻ ആഹ്വാനം വന്നപ്പോൾ കേരളത്തിലെ തിയേറ്ററുകളിൽ അതിരാവിലെ തന്നെ പൂരപ്പറമ്പ് പോലെ ആളുകൾ ഒഴുകിയെത്തിയാണ് അതിന് മറുപടി നൽകിയത്. PK, ദംഗൽ, മെർസൽ എന്ന് തുടങ്ങി എത്ര സിനിമകൾ. സംഘികൾ ബഹിഷ്കരണ ആഹ്വാനം നടത്തുമ്പോൾ സത്യത്തിൽ അവർ ആ സിനിമയ്ക്ക് കോടികളുടെ ഫ്രീ പ്രൊമോഷനാണ് നൽകുന്നത്. സോഷ്യൽ മീഡിയയിൽ അതിനെ
സ്ട്രൈസാൻ എഫക്റ്റ് എന്നാണ് പറയുന്നത്. ഒരു കാര്യം മൂടി വയ്ക്കാനോ ഇല്ലാതാക്കാനോ ശ്രമിക്കുമ്പോൾ അത് കൂടുതൽ ആളുകളിലേക്ക് എത്തുന്ന പ്രതിഭാസം. ഇവിടെയും സംഭവിച്ചത് അത് തന്നെയാണ്. വിസ്മയയുടെ സിനിമയെ തല്ലിക്കെടുത്താൻ നോക്കിയ സംഘികൾക്ക് ഒടുവിൽ പണിപാളി. അവർ തല്ലിക്കൊഴിക്കാൻ നോക്കിയതത്രയും ഇവിടെ പൂത്തു പന്തലിച്ചു. ആഗസ്റ്റ് 7 തുടക്കം തിയേറ്ററുകളിലെത്തുന്ന ദിവസം. രാവിലെ ആദ്യ ഷോയ്ക്ക് കയറിയ പ്രേക്ഷകരുടെ പ്രതികരണം എന്താകുമെന്നറിയാൻ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്നു. സിനിമ കാണാതെ തന്നെ യൂട്യൂബിലും ഫേസ്ബുക്കിലും മോശം റിവ്യൂ എഴുതാൻ സംഗീത് പ്രൊഫൈലുകൾ തയ്യാറായി നിന്നിരുന്നു. പക്ഷേ തിയേറ്ററിനുള്ളിൽ നിന്ന് പുറത്തു വന്ന റിപ്പോർട്ടുകൾ അവരുടെ നെഞ്ചത്തടിക്കുന്നതായിരുന്നു. ഒരു ഗംഭീര സിനിമ. ഫസ്റ്റ് ഹാഫ് മുതൽ സെക്കൻഡ് ഹാഫ് വരെ പ്രേക്ഷകരെ സീറ്റിൻ്റെ അറ്റത്തിരുത്തുന്ന കിടിലൻ ത്രില്ലർ. ഒരു നവാഗത നായികയുടെ പതർച്ചകളില്ലാതെ സ്ക്രീനിൽ വിസ്മയ മോഹൻലാൽ നിറഞ്ഞാടുകയായിരുന്നു. ജൂഡ് ആൻ്റണി ജോസഫ് എന്ന സംവിധായകൻ്റെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച മേക്കിംഗ്. അതിനൊപ്പം ജേക്സ് ബിജോയുടെ രോമാഞ്ചം കൊള്ളിക്കുന്ന പശ്ചാത്തല സംഗീതം കൂടിയായപ്പോൾ തിയേറ്ററുകൾ പൂരപ്പറമ്പായി. ക്ലൈമാക്സിലെ ആക്ഷൻ രംഗങ്ങളൊക്കെ കണ്ട് ഞെട്ടിയിരിക്കുകയാണ് പ്രേക്ഷകർ. ഒരു പെൺകുട്ടി ഇത്രത്തോളം മികച്ച രീതിയിൽ ആക്ഷൻ സീക്വൻസുകൾ ചെയ്യുമോ എന്ന് പലരും അമ്പരക്കുന്നു. വെറുമൊരു താരപുത്രി എന്ന ലേവലിൽ നിന്നും മാറി തൻ്റെ കഴിവും അധ്വാനവും കൊണ്ട് അവൾ ആ സിനിമയെ തൻ്റെ സ്വന്തമാക്കി മാറ്റി. ഇതൊരു തുടക്കം മാത്രമെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്ന പ്രകടനം. ചിത്രത്തിലെ ഓരോ ഫൈറ്റ് സീനും ആ ഡെഡിക്കേഷനും സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വലിയ ചർച്ചയാണ്. ഇതിനെല്ലാം പുറമെ സാക്ഷാൽ മോഹൻലാലിൻ്റെ ആരും പ്രതീക്ഷിക്കാത്ത ആ മാസ് കാമിയോ എൻട്രി കൂടിയായപ്പോൾ തിയേറ്ററിൻ്റെ മേൽക്കൂര ഇളകുന്ന അവസ്ഥയായിരുന്നു. സിനിമയുടെ ഓരോ ഷോ കഴിയും തോറും നിരൂപകരും സാധാരണ പ്രേക്ഷകരും ഒരേ സ്വരത്തിൽ പറയുന്നു, ഇതൊരു ഗംഭീര തിയേറ്റർ അനുഭവമാണ് എന്ന്. ഒരു കൊമേഴ്ഷ്യൽ സിനിമയ്ക്ക് വേണ്ട എല്ലാ ചേരുവകളും കൃത്യമായ അളവിൽ ചേർത്ത ഒരു പക്ക ഫാമിലി മാസ് ആക്ഷൻ എൻ്റർടൈനർ. വിസ്മയുടെ ഫൈറ്റ് സീനുകളും സ്ക്രീൻ പ്രസൻസും കണ്ട് അതിശയിച്ചവരാണ് ഏറെയും. ചിലയിടങ്ങളിൽ സിനിമയുടെ കഥാഗതിയേക്കാൾ വിസ്മയുടെ പ്രകടനമാണ് ഹൈലൈറ്റ് ആയത് എന്ന് പറയുന്നവരുമുണ്ട്. ഇതൊക്കെ കണ്ടപ്പോൾ സംഗീത് പ്രൊഫൈലുകളുടെ അവസ്ഥ എന്താണെന്നറിയാമോ? എന്ത് പറയണം, എന്ത് ചെയ്യണമെന്നറിയാതെ അവർ പകച്ചു നിൽക്കുകയാണ്. മോശം പറഞ്ഞാൽ തങ്ങളും സംഖ്യയാകുമോ എന്ന് ഭയന്നിട്ടാണോ എന്തോ പ്രമുഖ സിനിമാ ഗ്രൂപ്പുകളിൽ പോലും എല്ലാവരും ഒരേ സ്വരത്തിൽ സിനിമയെ പുകഴ്ത്തുകയാണ്. ഒരു ജനതയുടെ സ്നേഹവും ഒരു സിനിമയുടെ വിജയവും തന്നെയാണ് ഇത്തരം സൈബർ ആക്രമണങ്ങൾക്കുള്ള ഏറ്റവും വലിയ മറുപടി. ഇന്ന് തിയേറ്ററുകളിൽ ലഭിക്കുന്ന ഈ ഗംഭീര പ്രതികരണം വിസ്മയെ പിന്തുണച്ച ഓരോരുത്തർക്കും നൽകുന്ന സന്തോഷം ചെറുതല്ല. സംഘപരിവാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങളുടെ ഈ ഭീഷണിപ്പെടുത്തലും വിദ്വേഷ പ്രചാരണവും ഇവിടെ വിലപ്പോവില്ല. കാരണം ഈ നാടിൻ്റെ പേര് കേരളം എന്നാണ്. ജനാധിപത്യപരമായ ഒരു സമരത്തിൽ അഭിപ്രായം പറഞ്ഞു എന്നതാണ് ഒരു പെൺകുട്ടിക്കെതിരെ നിങ്ങൾ ഉറഞ്ഞു തുള്ളാൻ കാരണമെങ്കിൽ ആ പെൺകുട്ടിയുടെ വിജയം ഉറപ്പാക്കേണ്ടത് ഇന്ത്യയിലെ ഓരോ ജനാധിപത്യ വിശ്വാസിയുടെയും ആവശ്യമാണ്. അത് കേരളം ഏറ്റെടുത്തു കഴിഞ്ഞു. കല്ലെറിയാൻ വന്നവരുടെ മുന്നിലൂടെ ഒരു കൊട്ടാരം പണിതാണ് വിസ്മയ നടന്നു നീങ്ങുന്നത്. രാഷ്ട്രീയ വൈരാഗ്യത്തിൻ്റെ പേരിൽ കലയെയും കലാകാരന്മാരെയും തോൽപ്പിക്കാമെന്ന് കരുതുന്നവർക്ക് പ്രേക്ഷകർ തന്നെ നേരിട്ട് നൽകിയ മറുപടിയാണ് തുടക്കമെന്ന സിനിമയുടെ വമ്പൻ ഹിറ്റ്. ഒരു കലാകാരിക്ക് സ്വന്തം അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ആ അഭിപ്രായത്തോട് നിങ്ങൾക്ക് വിയോജിക്കാം, വിമർശിക്കാം. പക്ഷേ അതിൻ്റെ പേരിൽ വ്യക്തിഹത്യയും അധിക്ഷേപവും സൈബർ ആക്രമണവും നടത്തുന്നത് അംഗീകരിക്കാനാവില്ല. ഈ സിനിമയുടെ വിജയം നമ്മോട് പറയുന്നത് മറ്റൊരു കാര്യം കൂടിയാണ്. നമ്മൾ മലയാളികൾക്ക് വ്യക്തമായൊരു രാഷ്ട്രീയ ബോധ്യമുണ്ട്. ആരാണ് ശരി, ആരാണ് തെറ്റ് എന്ന് തിരിച്ചറിയാനുള്ള വിവേകമുണ്ട്. ഒരു സ്ത്രീ അവളുടെ നിലപാടുകൾ തുറന്നു പറയുമ്പോൾ അവൾക്ക് നേരെ കുരച്ചു ചാടുന്ന ഫാസിസ്റ്റ് മാനസികാവസ്ഥയെ നമ്മൾ പുച്ഛിച്ചു തള്ളുന്നു. വിസ്മയെ പിന്തുണയ്ക്കുക വഴി കേരളം പിന്തുണച്ചത് ആ പെൺകുട്ടിയുടെ സിനിമയെ മാത്രമല്ല, അവൾ ഉയർത്തിപ്പിടിച്ച ആ മാനവികതയുടെ രാഷ്ട്രീയത്തെ കൂടിയാണ്. ഇന്നത്തെ തലമുറയെക്കുറിച്ച് പലപ്പോഴും പലർക്കും പരാതികളുണ്ട്. അവർക്ക് രാഷ്ട്രീയമില്ല, അവർക്ക് സമൂഹത്തോട് പ്രതിബദ്ധതയില്ല എന്നൊക്കെ. എന്നാൽ വിസ്മയെപ്പോലെയുള്ളവർ തെളിയിക്കുന്നത് മറിച്ചാണ്. പഴയ തലമുറയേക്കാൾ വ്യക്തമായ രാഷ്ട്രീയ ധാരണ ഈ കുട്ടികൾക്കുണ്ട്. അധികാരത്തിൻ്റെയോ ഭീഷണിയുടെയോ മുന്നിൽ മുട്ടുമടക്കാത്ത ഒരു നട്ടല്ല അവർക്കുണ്ട്. എന്നെ ബഹിഷ്കരിച്ചാലും വേണ്ടില്ല, എൻ്റെ നിലപാട് ഇതാണ് എന്ന് പറയാൻ കാണിക്കുന്ന ആ ധൈര്യം, അതുതന്നെയാണ് ഈ നാടിൻ്റെ ഭാവി. ചുരുക്കത്തിൽ സംഘപരിവാർ കരുതിയത് വിസ്മയെ കരയിപ്പിക്കാമെന്നാണ്. എന്നാൽ സംഭവിച്ചതോ അവൾ ചിരിച്ചുകൊണ്ട് തല ഉയർത്തിപ്പിടിച്ച് വിജയത്തിൻ്റെ പടവുകൾ കയറുന്നു. കൂട്ടിനെ അവളെ നെഞ്ചേറ്റിയ ഒരു ജനതയും. തുടക്കമെന്ന ഈ സിനിമ വലിയൊരു സന്ദേശമാണ് നൽകുന്നത്. വിദ്വേഷത്തിൻ്റെ രാഷ്ട്രീയത്തിന് സ്നേഹത്തിൻ്റെയും കലയുടെയും മേൽ ഒരിക്കലും വിജയം നേടാനാകില്ല എന്ന സന്ദേശം. വിസ്മയ മോഹൻലാൽ, നിങ്ങൾ പറഞ്ഞ ആ വാക്കുകളിൽ ഉറച്ചു നിന്നതിന്, ആ ചങ്കൂറ്റത്തിന്, ആ വലിയ വിജയത്തിന് കേരളം നിങ്ങൾക്ക് നൽകുന്നു ഒരു വലിയ ബിഗ് സല്യൂട്ട്. ഈ തുടക്കം ഗംഭീരമായിരിക്കുന്നു. ഇനിയും ഒരുപാട് ഉയരങ്ങളിലെത്താൻ സാധിക്കട്ടെ. കൂടെ ഈ നാടുണ്ട്, ഈ ജനതയുണ്ട്.